GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ് പഠിക്കാം. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കച്ചവട കണക്കെന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് കുറേ സാധനങ്ങൾ മേടിച്ചു, അത് വിറ്റു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലാഭമോ നഷ്ടമോ എന്നറിയാം. അത് വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വിലയും ചിലവുകൾ കുറയ്ക്കുക എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നോക്കിക്കോളുക. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന അതേ ഡേറ്റിൽ തന്നെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നോക്കിക്കോളുക. ആദ്യത്തേത് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ 1700 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റാണ്. ഇനി രണ്ടാമത്തേത് പർച്ചേസസ്. നമ്മൾ വാങ്ങിയത് 30,000 രൂപയുടെ ഉണ്ട് ട്രയൽ ബാലൻസിൽ. ഈ 30,000 രൂപയുടെ വാങ്ങിക്കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ വാങ്ങിയിട്ട് കൊടുത്ത അല്ലെങ്കിൽ അതിനെ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയും. അത് 925 ഉണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നർ കോളത്തിൽ വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം 30,000 വാങ്ങി 925 തിരിച്ചു കൊടുത്തു, ബാക്കി 29,075 രൂപയുണ്ട്. പിന്നെ ഈ റിട്ടേൺസ് ഇല്ലെങ്കിൽ ഈ പർച്ചേസ് നേരെ ഈ കോളത്തിലേക്ക് എഴുതുക. ഇവിടെ റിട്ടേൺസ് ഉള്ളതുകൊണ്ട് അത് ഇന്നർ കോളത്തിൽ കാണിക്കണം. ഇനി ആ സാധനം നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ 1300 രൂപ ചിലവ്. ക്യാരേജ് ഇൻവേഴ്സ് 1300 എഴുതി വെച്ചു. ഇപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ട്രയൽ ബാലൻസിലെ ക്യാരേജ് ഇൻവേഴ്സ് 1200 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ക്യാരേജ് ഇൻവേഴ്സ് 1300 എന്നാക്കി വേണം ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പം 17,000 രൂപയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 30,000 രൂപയുടെ പർച്ചേസസ് നടത്തി. അതിൽ 925 തിരിച്ചു കൊടുത്തു, ബാക്കി 29,075 ഉണ്ട്. ഇനി ആ സാധനം നമ്മുടെ ഗോഡൗണിൽ കൊണ്ടുവരാനായിട്ട് 1300 രൂപ നമ്മൾ ചിലവഴിച്ചു. ക്യാരേജ് ഇൻവേഴ്സ് ഇത്ര ഇതിനകത്തുള്ളൂ. ഇനി അടുത്തത് സെയിൽസ് ഉണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റതാണ്. 55,000 രൂപയ്ക്ക് നമ്മൾ വിറ്റു. അതിൽ നിന്ന് നമ്മൾ റിട്ടേൺസ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റത് തിരിച്ചു വന്നിട്ടുണ്ട് 1,300 രൂപയുടെ, അല്ല 1000 രൂപയുടെ. ഇനി അതിന് സെയിൽസ് റിട്ടേൺസ് എന്ന് പറയും. ഇത് രണ്ടും ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 55,000 വിറ്റു, അതിൽ 1000 തിരിച്ചു വന്നു. അപ്പം നെറ്റ് എത്ര വിൽപ്പനയുണ്ട്? 54,000 ഉള്ളൂ. ഇനി വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെ വരുമ്പം നമ്മൾ ഈ രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണക്കാക്കണം. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ഇത്രയും വരുമ്പോൾ 47,375 രൂപ എന്ന് വരും. ഇവിടെ 54,000 വരും. അപ്പോൾ വിറ്റ വില ഇത്. വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വിലയും ചിലവും കുറയ്ക്കുമ്പോൾ നമുക്ക് 6,625 രൂപ കിട്ടും. ഇത് നമ്മുടെ പ്രോഫിറ്റാണ്, മൊത്ത ആദായം എന്ന് പറയും. അപ്പോൾ അത് നമ്മളെ പ്രോഫിറ്റ് ഈ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില ചിലവുകളും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണിത്. ഇത് നമ്മൾ രണ്ട് സൈഡും ഈക്വൽ ആക്കുക. അപ്പോൾ 54,000 കിട്ടി. ഇതിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് CD എന്ന് എഴുതി വെച്ചു. ഇവിടെ 54,000 ആണ്. ഇനി ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യണം, ഇങ്ങനെ ബ്രോഡ് ഡൗൺ ചെയ്യണം. ബൈ ഗ്രോസ് പ്രോഫിറ്റ് PD 6,625. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ചെറിയ ഫോമാണ്. ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓരോ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് കച്ചവട ചെലവുകൾ വേറെയും വരും. ഇനി അതുപോലെ തന്നെ ഇവിടെ സെയിൽസ് റിട്ടേൺസ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ഇവിടെ ചിലപ്പം നമുക്ക് ഇവിടെ ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് 17,000 ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം 54,000 വിറ്റ് തീർത്തെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രയൽ ബാലൻസിന് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തരും. ട്രയൽ ബാലൻസിൽ അത് കാണിയല്ല. ട്രയൽ ബാലൻസിനോടുകൂടി കുറേ അഡീഷൻസും ഡിഡക്ഷൻസും കുറേ കൂട്ടിച്ചേർക്കാനും കുറേ കുറയ്ക്കാനും ഒക്കെ കാണും. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ആ ട്രയൽ ബാലൻസിൽ നമ്മുടെ സ്റ്റോക്ക് ടോട്ടൽ എന്ന് പറയുന്നത് 1,43,525 ആണ്. അപ്പോൾ അത് രണ്ട് ഈക്വലായിട്ട് വന്നു. ഈക്വലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ട്രയൽ ബാലൻസ് ശരിയാണ്. ആ ട്രയൽ ബാലൻസിനോട് കൂടി നമുക്ക് കുറച്ച് ഭേദഗതികൾ വരുത്താനുണ്ട്. അത് വേറെ തരുള്ളൂ നമുക്ക്. അപ്പോൾ ആ ഭേദഗതിയുടെ കൂട്ടത്തിലായിരിക്കും നമ്മുടെ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കാണുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കണം. ഇവിടെ ഇപ്പോൾ അതില്ല. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു സിമ്പിൾ മോഡലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യണം.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെ പല ട്രേഡിംഗ് അക്കൗണ്ടുകൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുണ്ടായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ബോധ്യപ്പെട്ടോളുക. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.